അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നെ ഒത്തിരി ഇഷ്ടമുള്ള കുറേ അമ്മമാരുണ്ട്, ഈ പ്രത്യേകിച്ച് ഈ കാവന സൈഡ്. അവർക്ക് ഭയങ്കര ദുഃഖം ഞാനിങ്ങനെ നടക്കണതുകൊണ്ട്, പെണ്ണൊന്നും കെട്ടാത്തതുകൊണ്ടേ. അപ്പം അവരെന്നും കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നേ, അതാ നിനക്ക് നീ എന്നാ ഇങ്ങനെ നടക്കണേ, ഒരു പെണ്ണൊക്കെ കെട്ടാൻ പാടായിരുന്നോ? ഞങ്ങൾ എവിടുന്നെങ്കിലും രണ്ടു മൂന്നെണ്ണത്തിനൊക്കെ വിളിച്ചുകൊണ്ട് വരാനൊക്കെയാണ് അവർ പറയണത്. നിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെയാ അവർ പറയണേ. അപ്പം ഞാനോർത്ത് ഇവർ വലിയ നമ്മളോട് അത്ര ഇഷ്ടമുള്ള കാരണമൊക്കെ ആയിരിക്കും പറഞ്ഞതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഈ പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ പെൺപിള്ളേർ 2ഉം 3ഉം വെച്ചുണ്ട്. അപ്പം അവർ ഈ പ്രാർത്ഥിക്കുന്ന നേരം കൊണ്ട് എന്നാൽ എൻ്റെ മകളെ നീ കെട്ടിക്കോ, അല്ലെങ്കിൽ നീ കൊണ്ടക്കോ, നീ എടുത്തോ എന്നാരും പറയാനില്ല കേട്ടോ. അതെന്നാന്നാണ് എനിക്ക് ഒരു ഡൗട്ട്. എന്നിട്ട് എൻ്റെ കല്യാണം നടത്താൻ വേണ്ടി നടക്കുക അവർ. എന്നാൽ എൻ്റെ മകളെ നീ കെട്ടിക്കോന്നാരും പറയണില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങളാ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവിടെ മുതലെ കൊടുത്തുകൊണ്ട് തിരി കത്തിക്കാമെന്ന്. ഒരു കോപ്പും കത്തിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നൊക്കെ. എനിക്ക് ഒന്നാമത് ഈ പ്രാർത്ഥനക്കാരെ കാണാൻ തന്നെ വരിക. എൻ്റെ പ്രാർത്ഥന ഒരു രീതി, ചെയ്യുന്ന വേറൊരു രീതി, അതൊക്കെയാ ആൾക്കാരുടെ ഒരു രീതിയോ. അങ്ങനെയൊക്കെയാടാ വെച്ചാൽ ഈ ഞാനിങ്ങനെ അല്ല ഏതായാലും ഇങ്ങനെ നിന്ന് തീരുന്ന തോന്നാൻ ഞാൻ അല്ലേ. എന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്നിട്ട് എനിക്ക് വേറെ പെണ്ണ് കിട്ടിയിട്ട് വേണം ഇവരുടെ മക്കളെ വേറെ ആൾക്കാരെ കൊണ്ട് കെട്ടിക്കാൻ. അപ്പം ആ ഒരു രീതി ആവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറയണത്, അല്ലാണ്ട് എന്നോട് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല അല്ലേ. പക്ഷെ നമുക്കിതൊന്നും വിഷയമുള്ള അല്ല എന്നുള്ളത് അവർക്കറിയില്ലല്ലോ. നമുക്ക് എൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടമുള്ള ആൾക്കാരോടൊക്കെ ഞാൻ മിണ്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നോക്കുപോലുമില്ല. എനിക്ക് കൃത്യമായിട്ടൊരു സ്വഭാവമൊന്നുമില്ല. ഒന്നിൻ്റെ സ്വഭാവം എന്നാണ് എൻ്റെ അമ്മയ്ക്ക് എന്നെ പറ്റി പറയുന്നത്. എപ്പോഴെപ്പോഴും സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അതാണ് എൻ്റെ രീതി. ഇതെന്തായാലും പെൺമക്കളുള്ള അമ്മമാരെ എൻ്റെ കല്യാണം ഒന്നും നടത്തിയേക്കണം. ശരിയെന്നാ.